പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർച്ച നടത്തിയ കേസിൽ 9 പേർ കൂടി അറസ്റ്റിലായി. കണ്ണൂർ, തൃശൂർ, താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇവർ പിടിയിലായത്. പെരിന്തൽമണ്ണയിൽ കടയടച്ച് വീട്ടിലേക്ക് ബൈക്കിൽ പോകുകയായിരുന്ന KM ജ്വല്ലറി ഉടമകളായ യൂസുഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാർ കൊണ്ട് ഇടിച്ചിട്ട് ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് 3 കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിൽ 9 പേർ കൂടി പിടിയിലായി. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയും നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊലപാതക കേസിൽ ജീവപര്യന്തം തടവുശിക്ഷ അനുഭവിച്ചു വരികയും ചെയ്യുന്ന പാറക്കെട്ട് വീട്ടിൽ ബിബിൻ, താമരശ്ശേരി അടിവാരം സ്വദേശികളായ ആലൻപടി ഷിഹാബുദ്ദീൻ, പുത്തൻ വീട്ടിൽ അനസ്, പിണറായി എരിവെട്ടി സ്വദേശി കിഴക്കേപ്പറമ്പത്ത് അനന്തു, തൃശൂർ വെള്ളാനിക്കര സ്വദേശി കൊട്ടിയാട്ടിൽ സലീഷ്, കിഴക്കും പാട്ടുകര സ്വദേശി പാട്ടത്ത് മിഥുൻ എന്ന അപ്പു, പാട്ടരക്കൽ സ്വദേശി കുറിയടത്ത് മനയിൽ അർജുൻ, പീച്ചി ആലപ്പാറ സ്വദേശി പയ്യൻകാട്ടിൽ സതീഷ്, കണ്ണറ സ്വദേശി കുഞ്ഞിക്കാവിൽ ലിസൺ എന്നിവരെയാണ് കണ്ണൂർ, തൃശൂർ, താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മലപ്പുറം SP R വിശ്വനാഥ് IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തത്. കൂത്തുപറമ്പ് പത്തായക്കുന്ന് പാട്ടിയ സ്വദേശികളായ ശ്രീരാജ് വീട്ടിൽ നിജിൻ രാജ്, ആശാരിക്കണ്ടത്തിൽ പെബിൻലാൽ, തൃശൂർ വാരാന്തപ്പള്ളി സ്വദേശി കള്ളിയങ്ങര സജിത് കുമാർ, ഇളവള്ളി സ്വദേശി കോരാം വീട്ടിൽ നിഖിൽ എന്നിവർ കവർച്ച നടത്തി തൃശൂർ ഭാഗത്തേക്ക് കാറിൽ പോകുന്ന സമയം തൃശൂർ പോലീസിന്റെ പിടിയിലായിരുന്നു. വ്യാഴാഴ്ച രാത്രി 8:30യോടെയാണ് പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഉടമ യൂസുഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറിൽ പിറകെ വന്ന് 9ഓളം വരുന്ന സംഘം പട്ടാമ്പി റോഡിൽ വെച്ച് കാർ കുറുകയിട്ട് ഇടിച്ചു വീഴ്ത്തുകയും മറിഞ്ഞു വീണ ഇവരുടെയും കണ്ണിലേക്ക് കുരുമുളക് സ്പ്രേ അടിക്കുകയും മുഖത്ത് ഇടിച്ച് മാരകമായി പരിക്കൽ വെച്ച് കൈവശമുണ്ടായിരുന്ന 3 കിലോഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർ ചെയ്ത് കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞോടെ തൃശൂർ DAG തോംസൺ ജോസഫ് IPS നിർദ്ദേശപ്രകാരം പാലക്കാട് തൃശൂർ പോലീസ് രാത്രി കൃത്യത്തിനുപയോഗിച്ച കാർ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയും പെട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്തതിന്റെ ഫലമായി തൃശൂർ വെച്ച് സംശയാസ്പദമായ രീതിയിൽ വന്ന കാർ തൃശൂർ ഈസ്റ്റ് പോലീസ് തടഞ്ഞ് കാറിലുണ്ടായിരുന്ന നിജിൽ രാജ്, പ്രജിൻലാൽ, സജിത് കുമാർ, നിഖിൽ എന്നിവരെ കസ്റ്റഡിയിലേക്ക് പെരിന്തൽമണ്ണ പോലീസിന് കൈമാറുകയായിരുന്നു. കസ്റ്റഡിയെടുത്ത 4 പ്രതികളെയും പെരിന്തൽമണ്ണ എത്തിച്ച് ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് IPS നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്തതിലാണ് ദിവസങ്ങളോളം ആസൂത്രണം നടത്തി നടപ്പിലാക്കിയ കവർച്ചയുടെ ചുരുൾ അഴിഞ്ഞത്. കണ്ണൂർ, തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ചും ആസൂത്രണം നടത്തിയതിനെ കുറിച്ചും ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇൻസ്പെക്ടർമാരായ ദീപകുമാർ, സുമൽ, സുധാകരൻ, സംഗീത്, CV ബിജു, SI N റിഷാദ് അലി എന്നിവരുടെ നേതൃത്വത്തിൽ സംഘങ്ങളായി തിരിഞ്ഞ് തൃശൂർ, കൂത്തുപറമ്പ്, കോഴിക്കോട്, താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നായി രാത്രി തന്നെ കവർച്ച ആസൂത്രണം ചെയ്തതടക്കം 9 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. 1-2 വർഷം മുമ്പ് ഇവര് ഈ പറയുന്ന വ്യക്തികളും ഷിഹാബാണ് രണ്ട് പ്രതികൾ അവര് കോഴിക്കോട്ടേക്ക് പെരുന്തൽമണ്ണ എത്തുന്ന വഴി അവര് വെള്ളം കുടിക്കാൻ ചായ കുടിക്കാൻ എന്ന സമയത്ത് ഇവരെ കാണുന്നു. ഈ സമയത്താണ്, രാത്രി സമയത്താണ്, ദിവസേന അതൊരു റെഗുലർ പ്രാക്ടീസാണ്. ഇവർ എല്ലാ ദിവസവും വൈകുന്നേരം കടയടച്ച് സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ കുറവാണ്, ഒരാളടച്ച് സ്വന്തമായിട്ട് തിരിച്ച് പോവുകയാണ്. അതിനുശേഷം അപ്പം തന്നെ അവരുടെ ഓപ്പർച്യൂണിറ്റി അവർ ഐഡന്റിഫൈ ചെയ്യുന്നു ഇത് ഉപയോഗിക്കാന്നുള്ളത്. പിന്നീട് അവർ മറ്റ് പല കേസുകളിലും പെട്ട് അവർ ജയിലിൽ പോകും. പക്ഷെ ജയിലിൽ വെച്ചിട്ട് കൊലപാതക കേസിൽ പെട്ടിരുന്ന ഒരു വിപിൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഷിഹാബ് അവിടെ ബന്ധം സ്ഥാപിക്കുന്നു. അത് കണ്ണൂരുകാരനാണ് ഈ വിപിൻ. അതിനുശേഷം അപ്പം ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അയാളായിട്ട് ഷെയർ ചെയ്യുന്നു. പിന്നെ ഈ ഷിഹാബ് പുറത്തിറങ്ങിയതിന് ശേഷം ഷിഹാബിന്റെ തന്നെ അനസും ഷിഹാബും ഇവർ രണ്ടുപേരുമാണ് ഈ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാർ. അവര് പരസ്പരം വിപിനായിട്ട് സംസാരിച്ച് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നു. വിപിൻ നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.